അതെ, കുറെ നാൾ കൊണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്ത്രീവിരുദ്ധത ഇവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ സ്ത്രീ വിരുദ്ധരല്ലാത്ത മനുഷ്യരുടെ മനസ്സുകളിലേക്കൂടെ വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന ടോക്കാണ് രാഹുൽ ഈശ്വറിന്റേത്. ഞാനത് പലതവണ രാഹുലിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെ അമ്മയും ഭാര്യയും മകളും എല്ലാവരെയും ഇങ്ങനെ പൊതിഞ്ഞ് ചുറ്റും നിർത്തിക്കൊണ്ടാണ് മറ്റുള്ളവരുടെ നേർക്ക് ഇത്രയും ഒരു വൈരാഗ്യം പടർത്തുന്നത്. മുമ്പ് പിന്നെ ദിലീപിന്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. ആ അതിജീവിതേനെ അതിഭീകരമായിട്ടാണ് പിന്നെ രാഹുൽ ഈശ്വർ ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെ അത് നേരിട്ട് കേൾക്കുവാണെങ്കിൽ അവർക്ക് എത്ര മാനസിക ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതേ നിലപാടാണ് എല്ലാം സ്ത്രീകളെ വരുന്ന എല്ലാ വിഷയങ്ങളിലും രാഹുൽ ഈശ്വർ ഇതേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് തെറ്റാണോ ശരിയാണോ എന്താണെന്ന് പഠിക്കത്തില്ല. ഇപ്പം വന്ന് ഭയങ്കര പുച്ഛവും കളിയാക്കലും. അതൊരു എനിക്ക് വന്നത് PR വർക്കിന് ഇവർക്ക് വല്ല പരിശീലനവും കിട്ടുന്നുണ്ടോന്ന്, ഇങ്ങനെ മനുഷ്യന് ഇങ്ങനെ ചെയ്യണം എന്ന് ആ രീതിയിലാണ് രാഹുൽ ഈശ്വറിന്റെ ഇപ്പോഴത്തെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഭയങ്കര വൃത്തികേടാണ്. ബോഡി ലാംഗ്വേജും കൈകൊണ്ടുള്ള ആക്ഷനും ഒക്കെ ഒരു കളിയാക്കുന്ന രീതിയിലോ അതൊന്നും ഒരിക്കലും നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമുക്കത് യോജിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഈ മനുഷ്യരെ നിയന്ത്രിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ്. അത് കൃത്യമായിട്ട് പോലീസ് അവരെ അത് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തവണയെങ്കിലും. അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇനി ഇങ്ങനെ പടച്ചു വിട്ടു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിന് മോശമാണ്. ആർക്കും ജീവിക്കാൻ പറ്റൂല. നിങ്ങൾ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ PR ആൾക്കാര് പിന്നെ അതിജീവിതന്മാരെ അധിക്ഷേപിക്കുന്നത്. ഇതൊരു വലിയ കോക്കസ് ആണ് ഇതിന്റെ പുറകിലുള്ളത്. ഓരോ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് കോടിക്കണക്കിന് പൈസ PR വർക്കിന് വേണ്ടി വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ ഈ വേടന്റെ വിഷയത്തിലൊക്കെ ഇടപെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വേടനെതിരെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിനകത്തൊക്കെ 10,000 പേരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സിം കാർഡുകളും പിന്നെ ഫേസ്ബുക്ക് ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നിയോഗിച്ചിരിക്കുന്നത് അതിനകത്തൊക്കെ. ഇനി നമ്മൾക്ക് ലീഗലി മൂവ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിപ്പോ ആണായാലും പെണ്ണായാലും ഒരാളെ തകർക്കണം എന്ന് വിചാരിച്ചാൽ ഇതുപോലത്തെ PR ടീമുകൾക്ക് പറ്റും. അതിൽ ഒരാളാണ് രാഹുൽ ഈശ്വർ. പിന്നെ അയ്യപ്പന്റെ ശബരിമല അയ്യപ്പന്റെ വിഷയത്തിൽ അപ്പത്തൊട്ട് തുടങ്ങിയതാണ് ഒരു സ്ത്രീവിരുദ്ധത വിളവ്. ഞാൻ വിചാരിക്കും ഇത്രയും ഇവര് വിഷം തുപ്പിയിട്ട് വീട്ടിൽ പോകുമ്പോൾ അവിടെ അമ്മയും ഭാര്യയും മക്കളൊക്കെ എന്താണായിരിക്കും ഇവരുടെ അടുത്ത് പറയുന്നത്. ആർക്കും ഇവരെ തിരുത്താൻ സാധിക്കുന്നില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അതിജീവിതയോട് ഭയങ്കര മോശമാണ് രാഹുൽ ഈശ്വർ കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ള നിയമ നടപടി എടുത്ത് അദ്ദേഹത്തെ ഇനി അത് കൺട്രോൾ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ്. അതെ, അത് വളരെ കൃത്യമാണ്. കാരണം ഇതുപോലുള്ള ആളുകൾ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവുകയാണ്. ഒരു പ്രശ്നവുമില്ല, നമുക്ക് സംസാരിക്കാം, രാഹുൽ അങ്ങനെ സംസാരിച്ചല്ലോ, അപ്പോൾ നമ്മൾക്കും അത് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് പല ആളുകളും ഇതിനെ പിന്തുടരുന്നത്. അതെ, അത് തന്നെയാണ്. അപ്പൊ ആദ്യം ഇപ്പൊ നമുക്ക് ഒരു കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇത്തരത്തിലുള്ള ഈ ടോക്കൊക്കെ കാണുമ്പോൾ അവരും പിന്നെ അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് എഴുതി നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള നമ്മളിപ്പോ ഒരു രോഗം വന്ന ഒരാളെ പെട്ടെന്ന് ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ ഞാൻ ഇതിനകത്ത് നോക്കുമ്പോൾ അച്ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ കാണാം. അവരൊക്കെ ഓരോ വീടുകളിൽ പോയിട്ട് ഏറ്റവും ദാരിദ്ര്യാവസ്ഥയാണ്, എത്ര പെട്ടെന്നാണ് ഓരോ വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ മനുഷ്യരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആണ്. അത് എത്ര നന്നായിട്ട് ഉപയോഗിക്കാം. അതിനെ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ നാക്കും അവരുടെ പ്രവൃത്തിയും കൊണ്ട് ഈ ഒരു സമൂഹത്തെ ആകെ അത് ബാധിക്കുന്നുണ്ട്. അത് സ്ത്രീകളെ നല്ലപോലെ ബാധിക്കും. നിങ്ങൾ വരുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നു. ഇരുന്ന് സമയം കിട്ടുവാണെങ്കിൽ അത് വായിച്ചു നോക്കിയാൽ നമുക്ക് ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് വൃത്തികെട്ട കമന്റ്സ് ആണ്. ഒരു കുഞ്ഞിനെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതാണ്. അതിന് വിത്ത് പ്രൂഫ് തെളിവോടെയാണ് അത് നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും അങ്ങനെയുള്ള ഒരു അതിജീവിതയെ പോലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുവാണ്. അവര് വിവാഹിതയാണെങ്കിൽ എന്താ, അത്രയും പോലും ചിന്തിക്കാനുള്ള ശേഷി ഇവർക്ക്. ഇവർ പറയുന്നത് ഇവർ നിയമം പഠിച്ചു. എനിക്കറിഞ്ഞോടെ ഈ രാഹുൽ ഈശ്വറൊക്കെ എവിടെ നിന്നാണ് നിയമം പഠിച്ചിറങ്ങുന്നത്. സാധാരണ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മലയാളത്തിൽ നിയമം വായിക്കാൻ പറ്റും. മലയാളം അറിയുന്നവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്കും പോലും ഇവർക്കൊന്നും ബോധമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടാണോ കുറവുകൊണ്ടാണോ സാമൂഹ്യ പരിഷ്കാരം ഇല്ലാഞ്ഞിട്ടാണോ എനിക്ക് മനസ്സിലാവുന്നില്ല രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ എന്താണ് ഈ കക്ഷി ഇങ്ങനെയൊക്കെ വാരി വിതറുന്നതെന്ന്. പുള്ളിക്കൊരു ടീമുണ്ട്, ഒരു മെൻസ് അസോസിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല. അവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന കുറെ ചാറ്റൊക്കെ നമുക്കൊക്കെ ആൾക്കാർ അയച്ചു തരാറുണ്ട്. അതാ നിങ്ങളെ പറയുന്നു. അപ്പൊ അതില് ധന്യരാമനെ എന്താണ് ചാണകവെള്ളം തെളിച്ചാൽ അവര് ഭയങ്കര അവരെല്ലാരും വെറുക്കും. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത്.
ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഒരു ചാണകവെള്ളം തെറിച്ച് നമ്മളൊക്കെ വെറുക്കാനായിട്ട് നമ്മളൊക്കെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഹീനമായിട്ടാണ് അതിനകത്തുള്ള, എനിക്കൊന്ന് കുറെ പോക്സോ കേസിലെ പ്രതികൾ മാത്രം, കുറെ കേസിലുള്ള പ്രതികളൊക്കെ ഒരു കൂട്ടായ്മയായിട്ടാണ് എനിക്ക് ഇതിനെയൊക്കെ തോന്നിയിട്ടുള്ളത്. ഇവരൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ വീട്ടിലും ആണുങ്ങളുള്ളതാണ്, അയലോക്കത്തും നമ്മൾ മനുഷ്യരെ കണ്ടു വളരുന്നവരാണ്, ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ അവർക്കൊക്കെ റെസ്പെക്ട് കൊടുക്കുന്നവരാണ്, ഒരു പുരുഷനൊരു പ്രശ്നം വന്നാൽ നമ്മൾ താങ്ങായി നിൽക്കുന്നവരാണ്. നമ്മളെയൊക്കെ അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ആണ് ഉള്ള നാട്ടിലാണ് ഇങ്ങനെ സ്ത്രീവിരുദ്ധത വിളമ്പുന്നത്. കൃത്യമായിട്ട് അയാളെ റിമാൻഡ് ചെയ്യണം എന്നാണ്. എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യണം, പിന്നീട് ഈ പണിക്ക് നിൽക്കത്തില്ല. അതേപോലെ തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഓൺലൈനിലെ കണ്ടന്റുകളൊക്കെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതത് സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊക്കെ തന്നെയും കുറച്ച് കർശനമായ നിലപാട് സ്വീകരിക്കണം, കുട്ടികൾ അടക്കമുള്ളവർ കാണുന്നതാണ്. അപ്പോൾ ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ പോകരുതെന്നടക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരെ ഒരു നിർദ്ദേശം വന്ന് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ കൃത്യമായിട്ടും സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു വെളിച്ചത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വിധിയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ രീതിയിലൊക്കെ തന്നെയും ഇടപെടൽ നടത്തി അതൊരു പാഠമായിട്ട് തന്നെ നിർത്തേണ്ടത് ആവശ്യമാണ്. അതെ, അത് നമ്മുടെ സമൂഹത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ സുപ്രീം കോടതി ഇത്തരം നിയമങ്ങൾ, അത് വ്യക്തമായി പഠിച്ച് അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന നിയമങ്ങളാണ്. ഈ കാലഘട്ടം മാറുന്തോറും പരിഷ്കരിക്കപ്പെടുന്ന നിയമങ്ങളാണ്. ആ പരിഷ്കരിക്കപ്പെടുന്ന നിയമങ്ങളെ പോലും തൂത്തെറിയാനാണ് ഇവരെ ശ്രമിക്കുന്നത്. ഇവര് ഒന്നോ രണ്ടോ വർഷങ്ങളും അവരുടെ ഒരു ടീമും വന്ന് ഇതിനെല്ലാം സകല നിയമവ്യവസ്ഥകളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ അവരുടേതായിട്ടുള്ള ഒരു നിയമം ഇവിടെ പ്രാബല്യത്തിൽ വരുത്താം എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഈ PR ടീമുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്കെതിരെ ഇതുപോലെ മാനസികമായി തകർത്ത് കൊല്ലുക, ഇനി അവരെ കണ്ട് ഇനി ഒരാളും പരാതിയായിട്ട് മുമ്പോട്ടേക്ക് വരരുത്. ആ രീതിയിലുള്ള ടോർച്ചറാണ് ഇവിടെ പുതിയ നിയമം നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുതിയ നിയമം അവരെപ്പോഴും പറയുമല്ലോ, മെൻസിന് അനുകൂലമായിട്ട് ഇവിടെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിങ്ങനെ സ്ത്രീകളെ വധിച്ചുകൊണ്ടോ ഹനിച്ചുകൊണ്ടോ മാനസികമായി ടോർച്ചർ ചെയ്തുകൊണ്ടോ കൊണ്ടുവരേണ്ടതല്ല. ഈ സമൂഹം ഡിസ്കസ് ചെയ്ത് പുരുഷൻ എന്തെല്ലാം പരിരക്ഷ വേണോ അവിടെയെല്ലാം അവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അവർ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഭാഗമാണ്, നിയമത്തിന്റെ ഭാഗമാണ്, ഭരണഘടനയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും പിന്തുണയ്ക്കുമല്ലോ, എല്ലാവരുടെ വീട്ടിലും ആണുങ്ങളില്ലേ. അപ്പോൾ ഈ ഒരു വിഭാഗം ഇവിടെ പുതിയൊരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഹീനമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.